അക്രമാസക്തരായ കൂറ പാർട്ടി പ്രവർത്തകർക്ക് നേരെയായിരുന്നു വൈകി വന്ന പോലീസ് നടപടി ഡൽഹിയിൽ. ഈ സമയമൊക്കെ CJPയുടെ മഹാനായ വക്താവ് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയതും രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് നിൽക്കുന്നതിനിടെ പരിക്ക് പറ്റിയതും. ആ പരിക്ക് പറ്റിയതൊന്നും ഒട്ടും അംഗീകരിക്കാനാകില്ല, കാരണം പ്രതിപക്ഷ നേതാവാണ്, ചില പ്രിവിലേജ് അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇൻ്റലിജൻസ് സംവിധാനങ്ങളെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത് എന്ത് ലക്ഷ്യം വെച്ചാണ്? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിനിടയിലാണ് ഉച്ചയ്ക്ക് ഖാർഗെയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി MP-മാരെ എത്താൻ ക്ഷണിച്ചത്. ഖാർഗെയ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാനാണെന്ന് കരുതി എത്തിയ MP-മാരെയും വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഗേറ്റിന് 150 മീറ്റർ വരെ രാഹുലും പ്രിയങ്കയും MP-മാരും എത്തി കുത്തിയിരുന്നു. ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അമ്പാടെ പരാജയപ്പെട്ടു. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഇത്ര മാത്രമേ ഉള്ളുവോ എന്നാണ് ഉയർന്ന ചോദ്യം. നരേന്ദ്രമോദിക്ക് ചുറ്റുമുള്ളവരെ ഭയമില്ല എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് ഒരു ന്യായീകരണവുമല്ല. പ്രതിപക്ഷ നേതാവായാലും സോണിയാഗാന്ധി ആയാലും MP-മാരായാലും പ്രധാനമന്ത്രിയുടെ സുരക്ഷ മറികടക്കാൻ ഒരു അധികാരവുമില്ല. ഈ പരിസരത്തേക്ക് എത്തണമെങ്കിൽ സുരക്ഷാ ഏജൻസികളുടെ അനുമതി വേണമെന്നിരിക്കെ എന്തിനാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇങ്ങനെ ഇടിച്ചു കയറാൻ പദ്ധതിയിട്ടത്? നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഉറപ്പ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചത്? എന്തിനാണ് MP-മാരെയും കൂട്ടി പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിച്ചത്? അതും അതീവ സുരക്ഷാ മേഖലയായ വസതിയിലെ പ്രധാനമന്ത്രി കടന്നു പോകുന്ന പ്രത്യേക ഗേറ്റിന് മുന്നിൽ. ഇതിനിടയിൽ സഹായത്തിന് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ സമരരംഗത്തേക്ക് എത്തിയപ്പോൾ തനി സ്വഭാവം കാണിച്ചു കോക്രോച്ച് പാർട്ടി. ഓണത്തിനിടയിലെ പുട്ട് കച്ചവടം എന്ന പോലെ കോക്രോച്ച് പാർട്ടിയിലെ വക്താവ് അവിടെ സമരം നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു പരിപാടി. അങ്ങനെ വിജേന്ദ്ര ദാഹിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ട ഗതികേടിലായി കോക്രോച്ചും. ഡൽഹി ജന്തർ മന്ദറിൽ പാർട്ടി പ്രവർത്തകർ പോലീസിന്റെ ലാത്തി ചാർജ് നേരിടുമ്പോൾ സമീപത്തെ മാളിലെ ബർഗർ ഔട്ട്ലെറ്റിൽ ഇരുന്ന് ബർഗർ നുണയുകയായിരുന്നു അദ്ദേഹം. ഇതോടെയാണ് നാണക്കേടുണ്ടാക്കിയ CJP ഔദ്യോഗിക വക്താവ് വിജേന്ദ്ര ദാഹിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. സമരസ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നു. പക്ഷേ മാളിലിരുന്ന് വിജേന്ദ്ര ദാഹിയ ബർഗർ കഴിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതോടെ സംഭവം വിവാദമായി. പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും കടുത്ത അമർഷവും ഉയർന്നു. അങ്ങനെയാണ് പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കാൻ നടപടിയെടുത്തത്. വലിയൊരു സമരത്തെയും പ്രവർത്തകരുടെ ത്യാഗത്തെയും അധിക്ഷേപിക്കുന്നതും കടുത്തതും നിഷ്കരണമായ പ്രവൃത്തിയാണ് ഈ വക്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നൊക്കെ എക്സ് പ്ലാറ്റ്ഫോമിൽ CJP പറഞ്ഞ് കൈയൊഴിഞ്ഞു. സമരസ്ഥലത്ത് കല്ലേറും അക്രമസംഭവങ്ങളും അരങ്ങേറുമ്പോൾ നേതാക്കൾ സുഖലോലുപതയാണ് തരത്തിൽ സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രതിപക്ഷ MP-മാരുടെയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ സമരത്തിൽ അത് മുങ്ങിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ 1.5 മാസമായി താൻ പ്രക്ഷോഭത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുകയാണെന്നും കഴിഞ്ഞ 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ട് പോലുമില്ലെന്നും വിജേന്ദ്ര ദാഹി ന്യായീകരിക്കുന്നു. വിശന്നപ്പോൾ ഭക്ഷണം കഴിച്ചതിൽ എന്താണ് തെറ്റെന്നും സമരം ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലേ എന്നും വക്താവ് ചോദിച്ചു. ബർഗറിൽ മൈദയും ട്രാൻസ് ഫാറ്റും അടങ്ങിയതിനാൽ താനത് കഴിക്കാതെ ഉപേക്ഷിച്ചെന്ന് മറ്റൊരു ന്യായം കൂടി. താനൊരു ജനപ്രതിനിധിയല്ല, അതുകൊണ്ട് വോട്ട് ചോദിച്ച് ആരുടെയും അടുത്ത് പോയിട്ടില്ല, അതുകൊണ്ട് ബർഗറൊക്കെ കഴിക്കാം, ആരോടും മറുപടി പറയാൻ തനിക്ക് സമയമില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. CJP നേതൃത്വത്തിന് ഇയാളെ പുറത്താക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലാതെ പോയി. എന്തായാലും നീറ്റ് പേപ്പർ ചോർച്ചാ വിഷയം ഘോർ പാപ്, അതായത് അതിദാരുണമായ പാപമെന്നാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കുന്ന കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. നീറ്റ് പേപ്പർ ചോർച്ച കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ദേശീയ വിഷയമാണെന്നും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ മാത്രം വിഷയമല്ലെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഒരു ഭാഗത്ത് ജെൻസി കലാപമുണ്ടാക്കാനുള്ള ശ്രമവുമായി പാറ്റ പാർട്ടി, മറുഭാഗത്ത് അവർ വിജയം കൈയടക്കുമെന്ന് കരുതിയപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്ന് വിവരം ലഭിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ MP-മാരുമൊക്കെ നേരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. കാരണം ഈ സമരത്തെ അട്ടിമറിക്കുക തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഏതാണ്ട് ഒരു പരിധിവരെ പ്രതിപക്ഷം ഇതിൽ വിജയിച്ചു. കാരണം CJPക്ക് ഒടുവിൽ പാര വെച്ചത് രാഹുൽ ഗാന്ധിയും കൂട്ടരുമാണെന്ന് വ്യക്തം.